ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ലെഫ്റ്റ് ഓവർ ഇഡ്ഡലിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കും ബാക്കി വരും. പിറ്റേ ദിവസം നമ്മളത് മക്കൾക്ക് കൊടുക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ ഇഡ്ഡലിയെ നമ്മൾ വേറൊരു രീതിയിലാക്കി എടുക്കുവാണേ. ഞാൻ കഴിഞ്ഞ ദിവസം മസാല ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. ഇത് ഇഡ്ഡലി ഉപ്പുമാവ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ 6 ഇഡ്ഡലി ഉണ്ട്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി 6 ഇഡ്ഡലി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. ഇപ്പം ഇച്ചിരി ചെറിയ തണുപ്പുണ്ട്. നമ്മൾ ആ ഇഡ്ഡലി ഓരോന്ന് ഒരു ഹാഫ് വെള്ളത്തിൽ ഇട്ട് വെക്കാവേ. നമ്മൾ ഇഡ്ഡലി ഇട്ടിട്ട് ഇപ്പം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതിനിയും ഈ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിയുമ്പം വരും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനകത്തോട്ട് പൊടിച്ചിടുവാണേ. നമ്മുടെ കൈ കൊണ്ട് ഇത് പൊടിച്ചിടുക. ഇഡ്ഡലിയും പിഴിഞ്ഞ് നമുക്ക് ഈ സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരുമുമ്പോൾ അങ്ങ് പൊടിഞ്ഞു വരും. നന്നായിട്ട് പൊടിഞ്ഞു വരുവേ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞു വരുവേ. ഇനി പൊടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ചു കൊടുക്കാം. സ്ട്രെയിനറിലോട്ട് ഇതെടുത്തത് വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. പക്ഷെ വെള്ളമൊന്നുമില്ല. നമ്മൾ ഇഡ്ഡലി നന്നായി പിഴിഞ്ഞെടുത്തത് കൊണ്ട് വെള്ളമൊന്നുമില്ല. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ നമുക്കിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. പാൻ വെട്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 1/2 സ്പൂൺ ഉഴുന്നും പൊട്ടി തുടങ്ങുമ്പോൾ ഞാനൊരു 5-8 കാഷ്യൂവും കിസ്മിസും എടുത്തിട്ടുണ്ട്. അത് നമുക്കിട്ട് കൊടുക്കാം. കാഷ്യൂ ഇട്ട് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, കറിവേപ്പില, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, ഒരു വലിയ സവോളയായിരുന്നേ. നമ്മുടെ ഇഡലിയിൽ ഉപ്പുണ്ട്. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. സവോള ഇപ്പം ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്കിട്ടൊരു 1/4 ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. നമുക്ക് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ബീൻസും ഒക്കെ ഈ സമയത്ത് ആഡ് ചെയ്യാം. നമ്മുടെ മക്കൾക്ക് വെജിറ്റബിളൊക്കെ ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ നമുക്ക് അവരെ ഇങ്ങനെയൊക്കെ കഴിപ്പിക്കാവുന്നതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമുക്ക് മക്കൾക്ക് സ്കൂളിൽ ടിഫിനൊക്കെ ആയിട്ട് ഇത് കൊടുത്തു വിടാം. ഇനി നമ്മൾ ഇതിലോട്ടൊരു 2 സ്പൂൺ ചിരകിയ തേങ്ങ, നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഉപ്പുമാവ് റവയും കൊണ്ട് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് റവയിട്ട് മിക്സ് ചെയ്യുക. പക്ഷെ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ഇഡ്ഡലി കുക്കായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇപ്പം മസാല ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഇഡ്ഡലി പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം കുറച്ച് ഇങ്ങനൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാവേ. ഇപ്പം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊക്കെ നമുക്കൊന്ന് ഉടച്ചൊക്കെ കൊടുക്കാം. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഇഡ്ഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് ഇത് എന്താണേലും ഇത് ഇഷ്ടപ്പെടും. ഞാനിവിടെ സ്ഥിരം എൻ്റെ മക്കൾക്ക് ഇഡ്ഡലി ഒരു ദിവസം കൊടുത്തു പിറ്റേ ദിവസം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കും. ഇത് സ്കൂളിൽ ടിഫിനായിട്ട് കൊണ്ടുപോകാം. ഇത് കടലക്കറിയോ സാമ്പാറോ ഒക്കെ കൂട്ടി നമുക്ക് കൊടുക്കാമെന്നാണ്. ഈ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കൂട്ടിയാണെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. പഴം കൂട്ടാം, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ സാമ്പാറും കൂട്ടിയാണ് സെർവ് ചെയ്യുന്നത്.